ഞാൻ HSI സോഷ്യൽ സയൻസ് പാലക്കാട് ജില്ലയിൽ 1ാം റാങ്കാണ്. ഞാൻ നെന്മാറയ്ക്ക് അടുത്തുള്ള അയിലൂർ എന്ന പ്രദേശത്തു നിന്നാണ് ഈ കോളേജിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ UPSCക്കാണ് ഇവിടെ ചേർന്നിട്ടുണ്ടായിരുന്നത്. കൊറോണ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം HSA കോൾ ഫോർ ചെയ്തു, അതും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. വളരെ നല്ല ക്ലാസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ വളരെ പരിശ്രമിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടിയിട്ട് നല്ല തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഇതിന് ഒരുങ്ങിയത് തന്നെ. എന്തായാലും ഈ എക്സാം എനിക്ക് നേടണം എന്നുള്ള ഒറ്റ വാശിയോടുകൂടി ഞാൻ ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അതിനായി ഞാൻ ചെയ്തത് ആദ്യം സിലബസ് എടുത്ത് കയ്യിൽ വെച്ചു. അതിനുശേഷം 5 മുതൽ 12 വരെയുള്ള SCERT ടെക്സ്റ്റുകൾ മുഴുവൻ കവർ ചെയ്ത് നോട്ട്സ് തയ്യാറാക്കി. അതിനുശേഷം ഒരു റാങ്ക് ഫയലിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാൻ ആരംഭിച്ചു. സമയബന്ധിതമായിട്ട് സിലബസുകൾ എത്രയും പെട്ടെന്ന് കവർ ചെയ്യാനുള്ള ഓരോ മൊഡ്യൂളുകളായി ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനായിട്ട് അധ്യാപകരുടെയും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ സഹായം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസ്സുകൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ജോലി, സർക്കാർ ജോലി എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് നേടിയെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചാലേ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അപ്പോൾ അവരെക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നോ എങ്കിലേ നമുക്കത് നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മളുടെ ഉറക്കത്തിൻ്റെ ടൈം കുറച്ച് കൊണ്ടുവരികയും സിലബസ് കവർ ചെയ്യാനായിട്ട്, എൻ്റെയൊക്കെ ഒരു സമയം എന്ന് പറയണത് നമ്മളൊരു 11:30-12 ഞാൻ ഉറങ്ങുള്ളൂ. അതേപോലെ തന്നെ കാലത്ത് ഒരു 4:30 എണീറ്റ് പഠിക്കാനായിട്ട് ആരംഭിക്കും. വീട്ടിലും ഒരുപാട് കഷ്ടതകളും വീട്ടിലെ എല്ലാ പണികളും, ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ ഹസ്ബൻഡൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ പഠനത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ഏത് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും സാറ് ഇടുന്നുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് നമുക്ക് എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നോട്ട്സുകൾ അന്നുള്ള ക്ലാസ്സുകൾ അന്നു തന്നെ കവർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും നോട്ട്സിൽ കുറവുണ്ടെങ്കിൽ തന്നെ അത് അന്ന് തന്നെ എന്തിൻ്റെങ്കിലും റാങ്ക് ഫയലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത്, സാധാരണഗതിയിൽ ഇവിടുന്ന് എല്ലാം കവർ ചെയ്തിട്ടാണ് നമുക്ക് തരാറ്. അപ്പോൾ അത് വൃത്തിയായിട്ട് അന്നുള്ള ചാപ്റ്റേഴ്സുകൾ അന്നു തന്നെ കവർ ചെയ്ത് പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ PSC ബുള്ളറ്റിനൊക്കെ ഇതിനായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ട് അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് ഫോണിൽ നമ്മളുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നല്ല PSC എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് നല്ല കഠിനാധ്വാനം ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർക്കാർ ഉദ്യോഗം സ്വപ്നം കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അത് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സമയക്രമം എങ്ങനെയാണ് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് ഉയർന്ന റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി ക്രമപ്പെടുത്താൻ കഴിയുക? അപ്പോൾ അതൊന്ന് സബിത പറഞ്ഞാൽ കൊള്ളാം. സമയക്രമം എന്നത് സാധാരണ നമ്മൾ സിലബസ് മുന്നിൽ വയ്ക്കുക. എത്ര സമയമാണോ നമുക്ക് എക്സാമിന് ഉള്ളത്, ഇപ്പോൾ ഏകദേശം 4 to 6 മാസത്തിനുള്ളിലാണ് എക്സാം നടക്കാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ആ സമയക്രമം നമ്മളുടെ കറക്റ്റ്, ഇപ്പോൾ എക്സാം ടൈം ടേബിൾ വന്നതുകൊണ്ട് നമുക്കറിയാം ഓരോ എക്സാമിനും എത്ര സമയമാണ് വേണ്ടതെന്ന്. അപ്പോൾ അതിന് സമയം നമ്മൾ ക്രമീകരിക്കുകയും സിലബസ് മുന്നിൽ വെച്ചുകൊണ്ട് എത്ര ടോപ്പിക്കുകൾ നമ്മൾക്ക് കവർ ചെയ്യാനുണ്ട് അത് വൃത്തിയായിട്ട് കവർ ചെയ്യാനുള്ളൊരു സമയം നമ്മൾ എക്സാം ആകുമ്പോഴേക്കും കണ്ടെത്തണം. ഒരു പ്രാവശ്യം കവർ ചെയ്താൽ പോരാ, കൂടുതൽ തവണ നമുക്ക് റിവിഷൻ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശ്രമം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ടൈം ടേബിളുകൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കി വയ്ക്കുകയും സിലബസ് വെച്ചതിന് ശേഷം ഓരോ ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അതെ, വേണം. സിലബസിന്റെ പ്രിന്റ് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളുടെ ഫോണിൽ ഉണ്ടായിരിക്കും, പക്ഷെ അതല്ല, പ്രിന്റ് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ എടുത്ത് നോക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മൾക്ക് കാണുന്ന രീതിയിൽ നമ്മൾ റൂമിൽ തന്നെ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിനുവേണ്ടി സിലബസ് നിർബന്ധമായിട്ടും എല്ലാവരുടെ കയ്യിലും
സിലബസ് വെച്ചുകൊണ്ട് ഉള്ള പഠനം നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ സിലബസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സമയക്രമം പാലിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കും. സമയക്രമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ട് തന്നെയാണ്. ചോദ്യമാണ്, ഇപ്പോൾ ഒരുപടി പരീക്ഷകൾ മുന്നിലുണ്ട്. ഇപ്പോൾ തയ്യാറെടുക്കാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയോട്, പരിശീലനം മനസ്സിൽ കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയോട് സവിത സജസ്റ്റ് ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കുമോ അതോ ഓഫ്ലൈൻ ക്ലാസ്സുകളായിരിക്കുമോ? ഓൺലൈൻ ക്ലാസ്സിനും ഓഫ്ലൈൻ ക്ലാസ്സിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം, കൊറോണ വന്നതിന് ശേഷം എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നത്. ചിലവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്തുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലം മുതൽക്ക് തന്നെ അധ്യാപകരെ മുൻപിൽ നിർത്തിക്കൊണ്ട് എന്ത് സംശയത്തിനും ഉത്തരങ്ങൾ അപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഓൺലൈനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ആൻസർ കിട്ടുന്നതിന് അത്രയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്ലാസ്സും തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിലെ എന്തൊക്കെയാണോ എടുത്തിരിക്കുന്നത് ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾക്ക് അധ്യാപകരെ എണീപ്പിച്ച് നിർത്തുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് ഓൺലൈൻ ക്ലാസ്സിൽ ചോദിച്ചാലും ആൻസർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ എണീറ്റ് നിൽക്കാനുള്ള മടി കൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചിട്ടേ വരുള്ളൂ. അതാണ് ഈ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു മേന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംശയങ്ങൾ ചോദിക്കാം. നമുക്കിപ്പോൾ ഫ്രണ്ട്സിനോടാണെങ്കിലും അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഒട്ടും ഇവിടെ വന്ന് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും, ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സും കിട്ടുന്നതുകൊണ്ട്, ലേണിംഗ് ആപ്പിലൂടെ അത് കിട്ടുന്നതുകൊണ്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒട്ടും ഇവിടെ വന്ന് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ ഓൺലൈൻ ക്ലാസ് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒട്ടും യാത്ര ചെയ്ത് അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നു പോയിട്ട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും വിഷയമില്ല എന്നുള്ളതാണ്. എന്തായാലും ഓഫ്ലൈൻ ക്ലാസ് തന്നെയായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് തോന്നുന്നത്. അതെ അതെ, അധ്യാപകരിൽ നിന്ന് ശരിക്കും അതെ അതെ. അപ്പോൾ അധ്യാപകരിൽ നിന്ന് നമുക്ക് നേരിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു അത്രയും ഒരു എഫക്റ്റ് ഓൺലൈനിൽ കിട്ടില്ല എന്നുള്ളതാണ് അഭിപ്രായം. അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ സവിത നമ്മളോട് കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്തൊരു വിജയതന്ത്രവുമായി പുതിയ ക്ലാസ്സുകളുമായി പ്രോഗ്രാമുകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.